തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ നിലനിൽപ്പും മതേതര ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പും ഭരണഘടനയുടെ നിലനിൽപ്പും ഊന്നി വലിയ വലിയ നേതാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ. ഒപ്പം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായി തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയം കേരളീയ സമൂഹത്തിനെ ആകെ ഞെരുക്കിയിരിക്കുക. കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, ജീവനക്കാർക്ക് വല്ല ആനുകൂല്യങ്ങൾ സർക്കാരിന് യഥാസമയം കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഇതൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നയം കേരള ഗവൺമെൻറ്റിനെ ഞെരുക്കുകയാണ്. ഇത് കേരള ജനത തിരിച്ചറിയാൻ പ്രതികരിക്കുകയും ചെയ്ത ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കാനും പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല നിലയിലുള്ള ലീഡ് ഏകദേശം കേരളത്തിലെ RSS ചായ്വുള്ള മാധ്യമങ്ങൾ പറയുന്ന പോലെ അല്ല, ഏകദേശം 20ഓളം സീറ്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ലീഡ് നേടി. കേരളത്തിൽ വ്യക്തമായ ലീഡ് നേടുകയും ഇന്ത്യ ഗവൺമെൻറ്റിന് പുതിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആര് നയിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ തീരുമാനിക്കുന്ന രീതിയിൽ നല്ല ഒരു ജനാധിപത്യ ഭരണം ഇന്ത്യയിൽ നിലനിൽക്കാൻ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ മികച്ചതാണ് എന്ന് പറയാൻ ഒരു വ്യക്തി പറയേണ്ട ആവശ്യമില്ല. ജനങ്ങളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ മികച്ചതാണ്. അപ്പോൾ വടകര പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ തന്നെ നമുക്ക് ആരംഭിച്ചാൽ സഖാവ് KK ശൈലജ ടീച്ചർ ജനങ്ങളോട് ഒത്തുപ്രവർത്തിച്ച് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളോട് തൻ്റെതായ രീതിയിൽ മനസ്സറിഞ്ഞ് ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് ആളുകളുടെ ജീവൻ രക്ഷിച്ച മഹത്തായ യജ്ഞത്തിന് നേതൃത്വം കൊടുത്ത ഒരു മഹത് വ്യക്തിയാണ്. ലോകം ആരാധിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങി ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ട വനിതകളിൽ ഒരാൾ മികച്ച സ്ഥാനാർത്ഥി തന്നെ KK ശൈലജ ടീച്ചർ. അപ്പോൾ കേരളത്തിലെ എല്ലാ ജനാധിപത്യത്തിനും CPIM നിരത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ അറിഞ്ഞും പരിഹരിച്ചും മുമ്പോട്ട് പോകുന്ന മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഭരണ നിർവഹണത്തിനും ജനങ്ങൾക്കിടയിൽ നല്ല തോമസ് ഐസക് കേരള ജനതയ്ക്കുടെ ദാരിദ്ര്യം മാറ്റാൻ, കേരള ജനതയുടെ അന്തസ്സ് നിലനിർത്താൻ, കേരളത്തിൻ്റെ സമ്പത്തിൻ്റെ വിതരണം പാവപ്പെട്ടവന് അനുകൂലമാക്കി മാറ്റുന്നത് ഇത്രയേറെ പങ്കുവഹിച്ച ഒരു മഹത് വ്യക്തി തോമസ് ഐസക്കിനെ പോലില്ല. അങ്ങനെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാനാർത്ഥികളും വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾ. അതെ 20 സീറ്റും കിട്ടുമെന്നാണ് താങ്കളുടെ അഭിപ്രായം. 20 സീറ്റ് നേടുമെന്ന് വെറുതെ പറഞ്ഞാൽ അതെ. കേന്ദ്രത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് താങ്കൾ പറഞ്ഞിട്ട് താങ്കൾക്ക് കേന്ദ്രത്തിൽ എന്തായാലും ഒരു മാറ്റം NDA വിരുദ്ധ മുന്നണി ഉണ്ടാവും. അതിൽ CPIM അതിന്റെ നിർണായക പങ്കുവയ്ക്കും. ഓക്കെ, താങ്ക് യു.